അപ്പോൾ നമുക്കറിയാം ഈ ഇടവേളയിൽ പറഞ്ഞു ഹാഷ്മി പാടണം എന്ന് ജയചന്ദ്രനും കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ഹാഷ്മിയെ പോലെ എനിക്കൊരു കാര്യം പറയാം, പറഞ്ഞോളൂ. ഈ ഹാഷ്മി ചേട്ടൻ എപ്പോഴും ഡെസ്ക് ഇരുന്ന് പാടും. നമ്മളൊക്കെ എപ്പോഴും കേൾക്കാറുണ്ട്. എന്താ കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്നുള്ള നിങ്ങളുടെ മുമ്പിലല്ലേ? അത് അല്ല അങ്ങനല്ല. അതായത് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഹാഷ്മി ചേട്ടൻ പാടും. അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും സൂപ്പർ ഹിറ്റായ ആ പാട്ട് പാടിയാലോ? ഞാൻ അതുവഴി പോകുമ്പോ പഴനിയപ്പ എന്നൊക്കെ പാടിക്കൊണ്ട് പോകും. അതാണ് ക്യാമ്പസുകളിൽ പഴനിയപ്പ ഞാനപ്പഴം നീയപ്പ. ബാക്കി പാടണോ? ചുമ്മാ പാടിയതാട്ടോ. റെഡി. യഥാർത്ഥത്തില് ഹാഷ്മിയുടെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഹാഷ്മിക്ക് ഒരു ഉമ്മ തരാൻ തോന്നി. 2025 അവസാനിക്കുമ്പോഴുള്ള ഒരു റയർ ഉമ്മ. ചക്കരയും വേണോ? മാസ്റ്റർ പീസ് കവിതയാണ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ നമ്മുടെ ഏഷ്യാനെറ്റില് നമ്മുടെ ഒരു ചീഫ് പ്രൊഡ്യൂസർ ഉണ്ടായത് ജി പത്മകുമാർ. അപ്പൊ വീട്ടിൽ നിന്ന് ഭാര്യ സമേതനായിട്ട് കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മുടെ ഈ പുതുവത്സരാഘോഷം പൊടി പൊടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്റെ ഡാൻസ് നന്നായിട്ടുണ്ട്. പത്മകുമാറെ, നിങ്ങൾ നല്ല ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചിട്ടില്ല, നല്ല ഡാൻസ് ഒന്നും കണ്ടില്ല, കലാമണ്ഡലത്തിന്റെ ഡാൻസ് ഒന്നും കണ്ടിട്ടില്ല. ഇനി ആവർത്തിക്കേണ്ട, ഇത് മതി എന്നോടില്ലേ? അല്ല, മെസ്സേജിൽ അതാ പറയുന്നത്. ഇതുവരെ കുഴപ്പമില്ല. നമ്മൾ ഈ ഹാഷ്മിയുടെ പാട്ടും എസ്കേന്റെ ഡാൻസും ഒക്കെ ആളുകൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് ഞങ്ങൾ വിജയകുമാർ, നമ്മൾ ഇന്ന് പൊളിക്കും. ഡാൻസ് എങ്കിൽ ഡാൻസ്, ഗുഡ് ഡാൻസ് എങ്കിൽ ഗുഡ് ഡാൻസ്, പാട്ടെങ്കിൽ പാട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.